ആ ഒരു വാക്കിൽ ഒരു അനൗചിത്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങയുടെ സമയത്ത് ഒരു മിനിറ്റ്, അങ്ങേ തടസ്സപ്പെടുത്താനല്ല എങ്ങനെ സഹിക്കുന്നു എന്ന് പറയാൻ കാരണം ഇതിനേക്കാൾ വലിയ ലെജൻഡ് ലീഡർ ആയിരുന്ന LK അദ്വാനിയോ AB വാജ്പേയിയോ AB വാജ്പേയിയുടെ ഗ്യാരണ്ടി എന്നോ അദ്വാനി ഗ്യാരണ്ടി എന്നോ പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കളെ പോലെയുള്ള ഇതുപോലെ പറയാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ LK അദ്വാനിയും അല്ലെങ്കിൽ AB വാജ്പേയിയും അവരുടെ ഗ്യാരണ്ടി എന്ന് പറയാതെ പാർട്ടിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഔചിത്യം കാണിച്ചിരുന്നവർക്ക് മാറി ഇപ്പൊ നരേന്ദ്രമോദി ഒബാമ കെയർ അമേരിക്കയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് വന്നാലോ, കേരളത്തിലേക്ക് അതിനെ കളിയാക്കി പറയുക ആണ്ടി വലിയ അടിക്കാനാണ് ആണ്ടി സ്വയം പറയുന്നു എന്നൊരു പഴഞ്ചൊല്ല് പോലും കേരളത്തിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് PS സുൽക്കുമാർ പറഞ്ഞു പൂർത്തേക്ക് വിവി. അല്ല, നിങ്ങൾ പഴഞ്ചൊല്ലും ബാക്കിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അതിലൊക്കെ അഭിരമിച്ചു നിന്നോളൂ. ഞങ്ങളുടെ പാർട്ടി തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ വ്യക്തിയായാലും ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയാലും ഒരു കാര്യം പറയുന്നു എന്നുണ്ടെങ്കിൽ പാർലമെന്ററി പാർട്ടിയോ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്, അവർ നടപ്പിലാക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി ഏതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ പാർലമെന്ററി ബോർഡിന്റെ തീരുമാനം അനുസരിച്ചാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ള കണക്കിലെടുത്താൽ മതി. ഇനി ഈ പാർട്ടിയുടെ പ്രവർത്തകരും ഇതിനെ പിന്താങ്ങുന്ന ജനങ്ങൾക്കും അത് അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് വിയോജിക്കുന്നത് നിങ്ങൾ വിയോജിച്ചോളൂ, അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു നരേന്ദ്രമോദി കുറെ വനിതകളെ കുറിച്ച് പറഞ്ഞു, അതിൽ ഏറെക്കുറെ എല്ലാം തന്നെ കോൺഗ്രസ് പശ്ചാത്തലം ഉള്ള ആൾക്കാരായിരുന്നു. യെസ് സാർ, ഇന്ത്യയിൽ ഒരുപാട് പേർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോഴേക്കും ഒരുപാട് പേർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളായിരുന്നു. എന്താ, കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആൾക്കാർ ആദർശ ശുദ്ധിയോടെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവരെ പറഞ്ഞൂടെ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ, അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നല്ലോ, അദ്ദേഹം കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്നുള്ള നിലയ്ക്ക് നിർമ്മിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് ഗവൺമെന്റാണ്. കോൺഗ്രസ് നേതാവായിരുന്നതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ നന്മകൾക്ക് ഞങ്ങൾക്ക് കാണാതിരിക്കാൻ സാധിക്കുമോ? ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഒരിക്കലും BJP പ്രവർത്തകനോ BJP വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹത്തെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി പിന്തുണച്ച പാർട്ടി BJP ആണ്, അല്ലെങ്കിൽ ആക്കാൻ വേണ്ടി എല്ലാ പരിശ്രമവും നടത്തിയ പാർട്ടി BJP ആണ്. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും BJP RS ഒന്നും ആയില്ല, പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ മാതൃകയാക്കുന്നു. കാരണം ഈ രാജ്യത്തിന്റെ യശസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന, യശസ് ഉയർത്തുന്ന ആദർശ ശുദ്ധിയുള്ളവരെ ഞങ്ങൾ മാതൃകയാക്കും. നരേന്ദ്രമോദി അക്കമ്മ ചെറിയാന്റെ പേര് പരാമർശിച്ചതിൽ അങ്ങക്ക് എന്താ ഇത്ര അസഹിഷ്ണുതയും അസ്വസ്ഥതയും എന്താണ്? ഇത്തരത്തിലുള്ള സങ്കുചിതമായ മാനസികാവസ്ഥ ഈ നാഷണൽ ക്രൈം റിപ്പോർട്ട് കണക്കുകൾ നക്ഷത്രം പോലെ കേന്ദ്രത്തിലൂടെ നിൽക്കെ എന്തിനാണ് അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ്യത്തോട് കള്ളം പറഞ്ഞത്? ശ്രീ VV രാജേഷ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സഖാവ് എന്തിനാ അസ്വസ്ഥനാവുന്നത്? ഞാൻ എണ്ണി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് എന്തിനാണ് അസ്വസ്ഥരാകുന്നത് എന്നാണ് എനിക്ക് അവസരത്തിൽ ചോദിക്കുവാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ മെൻസ്ട്രൽ കപ്പിലേക്ക് ഞങ്ങൾ പോകും. ഞാൻ പറയട്ടെ സാർ, അങ്ങയുടെ സമയത്ത് അങ്ങ് പറയും, ഞാൻ ഇടപെടില്ല. അങ്ങേ പോലത്തെ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല, ഞാൻ പറയാം. അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ വഴങ്ങിത്തരാൻ തയ്യാറാണ്. ഞാൻ പറയട്ടെ, 1 by 1 ആയിട്ട് ഞാൻ പറയുമ്പോഴേക്കും അത് ജനങ്ങൾ കേൾക്കട്ടെ. അങ്ങ് പറഞ്ഞു മെൻസ്ട്രൽ കപ്പിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഇപ്പോഴും ഇതെങ്കിലും കൊടുക്കുന്നില്ലേ? ഇതുപോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ മിനിമം ഞങ്ങൾ ഇത്രയെങ്കിലും ഇപ്പൊ ചെയ്യുന്നില്ലേ? ഇനി നിങ്ങൾ പറയുന്ന മെൻസ്ട്രൽ കപ്പിലേക്കൊക്കെ വരാം, കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് രാജ്യം മെച്ചപ്പെടട്ടെ. അപ്പോഴേക്ക് ആ സമയം ഒന്നുമില്ലായ്മയിൽ ഇതെങ്കിലും ഞങ്ങൾ നൽകിയില്ലേ? അതിനെ നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത്, അത് കമ്മ്യൂണിസ്റ്റുകാരായ വീട്ടമ്മമാരും സ്ത്രീകളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ അതിനെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യൂ. പാവപ്പെട്ട ആൾക്കാർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ ഇത്രയെങ്കിലും കിട്ടുന്നില്ലേ? ഇനി നരേന്ദ്രമോദിയെ കുറിച്ച് കുറ്റം പറയുമ്പോഴേക്കും ഇപ്പോൾ ഒരു കാര്യം പാനലിസ്റ്റുകൾ മനസ്സിലാക്കേണ്ടത്, ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഉപഗ്രഹം വിക്ഷേപിക്കേണ്ട ഇക്കാര്യങ്ങൾ നരേന്ദ്രമോദിക്കോ ഈ ഗവൺമെന്റോ തീരുമാനിക്കാൻ സാധിക്കും. പക്ഷേ സ്ത്രീകൾ ചൊവ്വാദോഷത്തിൽ വിശ്വസിക്കുന്നത് തടയാൻ പറ്റാത്ത പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ഹാഷ്മി, ഞാൻ നമിച്ചു പോവുകയാണ്. ഈ ഇന്ത്യയിലുള്ള പല സ്ത്രീകളും ചൊവ്വാദോഷത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം കൂടി നരേന്ദ്രമോദിയുടെ തലയിലേക്ക് കെട്ടിവെക്കണമെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നിൽക്കാൻ അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കള്ളം പറഞ്ഞത്? VV രാജേഷ്, അതായത്
അതിന്റെ ഉത്തരമാണ് ഒരുപക്ഷെ യാദൃച്ഛികമായിട്ടോ സാന്ദർഭികമായിട്ടായിരിക്കാം കാരശ്ശേരി മാഷ് പറഞ്ഞത്. അല്ല, അത് ഉത്തരവല്ല. ഉത്തരമാണ് ആദ്യം കാരശ്ശേരി മാഷ് പറഞ്ഞത്. അല്ല, അതൊരു ഉത്തരവല്ല. അതൊരു ഉത്തരവല്ല. ഇപ്പൊ വി വി രാജേഷ് രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ, ഇപ്പോ വി വി രാജേഷ് രാഷ്ട്രീയമായി ജനറലായി പറയുകയാണെങ്കിൽ ഓക്കെ, ഇത് അങ്ങനെയല്ല, ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം എന്ന് എടുത്തു പറയുകയാണ്. അങ്ങനെ എടുത്തു പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാവോ? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അങ്ങനെയല്ല, അതിന്റെ കണക്ക് അങ്ങനെയല്ല. ഞാനൊന്ന് പറയട്ടെ, പറയൂ. തോക്കിക്കറി വെടിവെക്കരുതേ. അതായത് എന്നെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാദഗതി ഇല്ലാതാവുകയില്ല. ഈ 1 മണിക്കൂറിൽ പറയാൻ സാധിക്കില്ല, പക്ഷെ അടുത്ത കിട്ടുന്ന അവസരത്തിൽ ഞാൻ പറയാം. അതായത് കാരശ്ശേരി മാഷ് അതിൽ പറഞ്ഞതിൽ അതുണ്ട് എന്ന് പറയുമ്പോഴേക്കും അടുത്ത എക്സ്പ്ലനേഷൻ സമയം തരാതെ തന്നെ അങ്ങ് ഇടപെടരുതേ. അതായത് മാഷ് പറഞ്ഞ എന്താണ്? കാരശ്ശേരി മാഷ് പറഞ്ഞതിന്റെ ഒരു 60% സംസ്ഥാന സർക്കാരിനുള്ളിൽ നടക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് കാരശ്ശേരി മാഷ് പറഞ്ഞത്. അതായത് വാളയാർ, വണ്ടിപ്പെരിയാർ. സർ, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്റെ ചോദ്യം താങ്കൾ മനസ്സിലാവാത്തതല്ല. അട്ടിമറിച്ചത് സാർ, എന്റെ ചോദ്യം താങ്കൾ മനസ്സിലാവാത്തതല്ല. എന്റെ ചോദ്യം ഇപ്പോ രാഷ്ട്രീയമായി കേരളത്തിൽ സ്ത്രീകൾക്ക് അതിക്രമം വർദ്ധിക്കുന്നു എന്ന് കെ സുരേന്ദ്രൻ പറയട്ടെ. കെ സുരേന്ദ്രൻ പറഞ്ഞ അങ്ങനെയല്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം കേരളത്തിലാണ് എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധവും പച്ചക്കള്ളവുമാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. അത് കേരളത്തിലല്ല, യു പിയിലാണ്. നിങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ്. നിങ്ങൾ 4 പേരും അല്ലല്ല, നിങ്ങൾ 4 പേരും കൂടെ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തരുതേ.